മലപ്പുറം കാളികാവിൽ റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയെ കൊലപ്പെടുത്തിയ കടുവ കൂട്ടിലായി. കരുവാരക്കുണ്ട് സുൽത്താന എസ്റ്റേറ്റിലെ കൂട്ടിൽ കുടുങ്ങിയ കടുവയെ കൊണ്ടുപോകാൻ സമ്മതിക്കാതെ നാട്ടുകാർ കടുവയെ കാട്ടിൽ തുറന്നു വിടരുതെന്ന് ആവശ്യപ്പെട്ട് പ്രതിഷേധമാണ്. ഇതിന് പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് മാസങ്ങളായിട്ട് നമ്മൾ ഈ നാടിനെ മുൾമുനയിൽ നിർത്തിയൊരു സാധനത്തിനെ കിട്ടിയില്ല. അതിന്റെ അടിയിൽ നമുക്ക് കടുവക്ക് വെച്ച ഇതിന് പുലി കുടുങ്ങിയപ്പോൾ നമ്മൾ അതിന് കൃത്യമായിട്ട് അവരോട് പറഞ്ഞപ്പെടുന്നത് കാട്ടിൽ കൂടാൻ പാടില്ല. അത് അമരമ്പലത്ത് കൊണ്ടുപോയി പിന്നെ അത് എവിടെ വിട്ടു എന്ന് ഇപ്പൊ നമുക്ക് കൃത്യമായിട്ട് അറിയാം. പറയുന്നത് 250 കിലോമീറ്റർ അപ്പുറത്തേക്ക് വിട്ടിക്കണേ. പക്ഷെ ഇത് നമ്മൾ കൃത്യമായിട്ട് ഈ കടുവനെ കൊണ്ടുപോയാല് ഇവിടുന്ന് അവരെവിടെ വിടുന്ന നമുക്കൊരു ഉറപ്പില്ല. അപ്പൊ ഇത് കൃത്യമായിട്ട് എന്താണ് ചെയ്യുക എന്നില്ല കൃത്യമായിട്ട് രേഖാമൂലം തന്നാല് വിട്ടുള്ളൂ എന്ന് തന്നെയാണ് പഠിച്ചിരുന്നത്. മലപ്പുറം കാളികാവിൽ റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയെ കൊലപ്പെടുത്തിയ കടുവ കൂട്ടിലായിരിക്കുന്നു. എന്നാൽ കടുവയെ കാട്ടിലേക്ക് തുറന്നു വിടരുത് എന്ന് ആവശ്യപ്പെട്ട് നാട്ടുകാരുടെ പ്രതിഷേധമാണ് പ്രദേശത്ത്. തുറന്നു വിടില്ല എന്നുള്ളതാണ് വനം മന്ത്രിയുടെ പ്രസ്താവനയിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്പസമയം മുൻപ് വനം മന്ത്രി മാധ്യമങ്ങളെ കണ്ടിരുന്നു. അപ്പോഴും അത്തരത്തിലാണ് വനം മന്ത്രി അടക്കം പ്രതികരിച്ചത്. എന്നാൽ പ്രദേശത്ത് പ്രതിഷേധം രൂക്ഷമാകുന്നു എന്നുള്ളതും കൂടിയുണ്ട്. കടുവയെ കൊല്ലണം എന്നുള്ളൊരു ആവശ്യം തന്നെയാണ് നാട്ടുകാർ ആദ്യഘട്ടം മുതൽ ഉയർത്തിയിരിക്കുന്നത്. ഇപ്പോഴും പ്രതിഷേധം ആളിക്കത്തുകയാണ്.